ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേൽ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപ വേണം, ശാന്തി സമാധാനം ഉണ്ടാകണം. അപ്പോൾ സമാധാനം എവിടെ നിന്ന് ഉണ്ടാകും? ഈശ്വരങ്ങളിൽ നിന്ന് വരും. ആ കൃപ വരുമ്പോഴാണ് നമുക്ക് സമാധാനവും ശാന്തിയും. അതുവരെ നമുക്ക് വിഷമങ്ങളാണ്, മനസ്സമാധാനം കിട്ടത്തില്ല. സമാധാനം പരമാത്മാവ് തന്നെങ്കിലേ നമുക്ക് അതായത് എല്ലാത്തിനും നിറവുണ്ടാകും. നമുക്ക് പിന്നെ ഒന്നിലോട്ട് ഒരു ആഗ്രഹമുണ്ട്. ഇവിടെ എന്താ, നമുക്ക് ഭഗവത്ഗീത 3-ാം അധ്യായം, അത് കർമ്മയോഗം. അതിൽ നമ്മൾ 30-ലും എന്താ പറയുക, ഭഗവാൻ പറയുന്നു അർജുനനോട്, എല്ലാ കർമ്മങ്ങളെയും എന്നിൽ പരമാത്മാവിൽ സമർപ്പിച്ച് അധ്യാത്മബുദ്ധിയോടെ ആശാരഹിതനായി എൻ്റെ എന്ന ഭാവം ആശ ഇല്ലാത്തവനായി നിന്നുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ. അർജുന, നീയായിട്ടല്ല, നീ ഭഗവാൻ എന്നിൽ അർപ്പിക്കുന്നത് ഈശ്വരനിൽ. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഭഗവാൻ അത് പരമാത്മാവിൽ അർപ്പിച്ചും കൊണ്ട് ആശാരഹിതനായ ആഗ്രഹമില്ലാത്തവൻ നീ നിൻ്റെ ഒരു തൊഴിലാണ്. ഇപ്പം നമുക്കൊരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതാണ്. അന്ന് ക്ഷത്രിയനായതുകൊണ്ട് ഇദ്ദേഹത്തിന് വേറൊരു കർമ്മമല്ല പറഞ്ഞേക്കുന്നത്. ബ്രാഹ്മണർക്ക് പൂജാതി കർമ്മങ്ങളൊക്കെ അതുപോലെ ഓരോരുത്തർക്കും അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും എല്ലാ തൊഴിലും ചെയ്ത് ആ തൊഴിലിനോട് അവർ, ഇപ്പം ഒരു ഡോക്ടർ ആകാൻ എല്ലാവർക്കും കഴിയും. അപ്പോൾ അവർ ആ തൊഴിൽ, ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത് അത് മാത്രം അനുസരിച്ചാൽ മതി ഒരു ഭക്തൻ. കാരണം നീ ആശാരഹിതനായി, നമുക്ക് നേരെ വരുന്നതെല്ലാം, നമുക്ക് ഇന്ന് പണം ഇല്ലാതെ ആർക്കും ജീവിതമില്ല. അവിടെ പൈസ, അത് ധനം വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാൻ അർപ്പിച്ച് ചെയ്യണം എന്നുള്ളതാണ്. അത് സത്യസന്ധമായി, അതാണ് ആധ്യാത്മികമായ അതിൻ്റെ നിറവ് കിട്ടുന്നത്. എല്ലാം പരമാത്മാവിൽ അർപ്പിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേക ഒരു കഴിവ് ഭഗവാൻ തരും. ആ ചെയ്യുന്ന ജോലിക്കൊരു അബദ്ധം പോലും ഉണ്ടാകത്തില്ല. ഭഗവാനാണല്ലോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ശ്രദ്ധയുണ്ടാകും. അതൊരു നേഴ്സായാലും ഒരു ഡോക്ടറായാലും അല്ലെങ്കിൽ മറ്റ് എന്ത് തൊഴിലായാലും അവരവർക്ക് എന്ത് ജോലിയാണ് അത് ഏതായാലും, യുദ്ധമാണെങ്കിൽ അത്. പക്ഷെ അപ്പോൾ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്ന കർമ്മം ആ യുദ്ധമാണ്. അതുകൊണ്ട് ആ കർമ്മം ചെയ്തേ പറ്റൂ. അതിന് മറ്റൊരാൾ ചെയ്യില്ല. അവരവർക്ക് പറഞ്ഞേക്കുന്ന കർമ്മം ചെയ്യണം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അധ്യാത്മ ബുദ്ധിയോടെ നീ ആശാരഹിതനായി, നീ ആഗ്രഹമില്ലാത്തവനായി എൻ്റെ ഭാവം എന്നുള്ള ഞാൻ ചെയ്യുന്നു എന്ന് വേണ്ട, പരമാത്മാവായ ഭഗവാൻ ചെയ്യുന്നു എന്ന് വേണം വയ്ക്കാൻ. അങ്ങനെ നീ യുദ്ധം ചെയ്യൂ. അപ്പോൾ അതിനകത്ത് ഒരു വിഷമവും ഉണ്ടാവില്ല. അവിടെ എന്താണ് ചെയ്യുന്നത്? ഈശ്വരനാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ എന്ത് വിഷമിക്കാനാ? അദ്ദേഹത്തിന് എന്താ ഭയം? യുദ്ധം ഒരു പാവകർമ്മം അല്ലേ എന്ന്. പക്ഷെ അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഈ ലോകത്തിനത് ആവശ്യമാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യം ഇവിടെ വെക്കേണ്ടില്ല, ഭഗവാനോട് അവതരിക്കേണ്ട കാര്യമില്ലേ. ദുഷ്ടനിഗ്രഹത്തിന് ഭഗവാൻ വന്നതെന്താ? ആ പ്രവൃത്തി നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാനാണ് അന്ന് ഓരോ തൊഴിൽ പറഞ്ഞേക്കുന്നത്. എന്നും ഭഗവാൻ അവതരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ പറ്റുമോ? അതിന് അതിൻ്റെതായ രീതിയിൽ നമ്മളെല്ലാം ഓരോ കർമ്മങ്ങൾ ഏറ്റെടുത്തോണം. അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ അവിടെ അന്ന് പറഞ്ഞു കൊടുത്തത്. 31-ാം എന്നിട്ട് ഭഗവാൻ പറയുന്നു, ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി അസൂയ ഇല്ലാത്തവരായി എൻ്റെ ഈ സിദ്ധാന്തത്തെ എപ്പോഴും അനുഷ്ഠിക്കുന്നു. അതാണ്. അപ്പം മനസ്സിലാക്കണം, ഭക്തന്മാരായ ചില മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ വാക്കുകളെ നമ്മൾ അങ്ങേയറ്റം അത് അത്രത്തോളം ഭക്തിയോടും ബഹുമാനത്തോടും അത് അംഗീകരിക്കുന്നു. ചില മനുഷ്യർ ശ്രദ്ധയുള്ളവരായി. ഭഗവാൻ എന്താണ് പറഞ്ഞേക്കുന്നത്? അപ്പോൾ നമുക്കൊരു നിസ്സാര ഒരു ജോലി ആയാലും ഭഗവാൻ പറഞ്ഞേക്കുന്നത് അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യുന്നു. ആ ഭഗവാന്റെ സിദ്ധാന്തം എന്താണ് അതുപോലെ നമ്മൾ അനുഷ്ഠിക്കും. ഒരു നേഴ്സാണെങ്കിലും എന്ത് ചെയ്യുന്നു? ഭഗവാനിൽ അർപ്പിച്ച് അവർക്ക് കൃത്യനിഷ്ഠയായി എത്രമാത്രം അതിലോട്ട് ഭക്തിപൂർവ്വം ചെയ്യാം, അസൂയയില്ലാതെ, ലാഭം നോക്കാതെ, ഒരു ഉത്തമമായ ഒരു സത്യസന്ധമായ ഒരു ഈശ്വരന് പിടിപ്പതായ ഒരു കർമ്മം അതിൽ കൂടെ ചെയ്യണമെങ്കിൽ അതാണ് ഭഗവാൻ ഇഷ്ടം. അവിടെ ലാഭ നഷ്ടങ്ങൾ നോക്കുവല്ല. ആ ഒരു രോഗിയോടുള്ള ഒരു കടപ്പാടും, അത് ഭഗവാനാണ് ആ രോഗിയും ഈ ജോലി ചെയ്ത് നേഴ്സായിട്ട് നിൽക്കുന്നതും അതിലും ഉള്ളതിൽ പരമാത്മാവാണ്, രണ്ടിലും. അപ്പോൾ ഒരു രോഗിയിലും അല്ലെങ്കിൽ ഒരു ഡോക്ടറായാലും ഡോക്ടറിലും ആ രോഗിയിലും ഒരേ വസ്തുവാണ്, ഒരേ പരബ്രഹ്മമാണ്, ഒരേ ജീവനാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ചെയ്യുവനെയും ചെയ്യിക്കുന്നതും ഏറ്റെടുക്കുന്ന ആൾ രണ്ടും ഒന്നാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം.
പിന്നെ ഒരു ഡോക്ടറിൽ നിന്ന് ഏറ്റെടുക്കുന്ന രോഗിക്കും ഇത് ഭഗവാനാണ് തരുന്നത്. ഇപ്പം നമ്മൾ രോഗിയായി കിടക്കുക, നമ്മൾ ചിന്തിക്കുന്ന ഭഗവാനാണ് ഈ ഡോക്ടർ എന്ന് നമ്മളും ചിന്തിക്കണം. അപ്പോഴവിടെ കൃപയോടുകൂടിയുള്ള മരുന്ന് നമുക്ക് കിട്ടുന്നത്, നമുക്ക് അതിൽ സുഖപ്പെടുന്നത്. എന്താ കാരണം? ആ ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് ആര് കൊടുക്കുന്ന? പരമാത്മാവ് കൊടുക്കുന്നതാണെന്ന് നമ്മൾ രോഗിയും ചിന്തിക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡോക്ടറും വിചാരിക്കുന്നത് ഭഗവാനാണിത് ചെയ്ത് രോഗിക്ക് ചികിത്സ നൽകുന്നതെന്ന് ആ ഡോക്ടറും വിചാരിക്കണം. അതാണ് അധ്യാത്മ ബുദ്ധി എന്ന് പറയുന്നത്. ഇരു കൂട്ടരിലും അത് വേണം. ഒരു രോഗിക്കും വേണം, അത് ചികിത്സിക്കുന്ന ഡോക്ടർക്കും വേണം. അതുപോലെ ഏത് കർമ്മമായാലും, അത് നേഴ്സായാലും അല്ല ഒരു എഞ്ചിനീയർ ആയാലും മറ്റ് തൊഴിലായാലും ഒരു കച്ചവടമായാലും എല്ലാത്തിനും അത് വേണം. മേടിച്ചുകൊണ്ട് പോകുന്ന ആളിനകത്ത് ഇരിക്കുന്നതും പരമാത്മാവാണ്, കബളിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു കച്ചവടക്കാരനും തീരുമാനിക്കണം. ലാഭം വേണ്ടെന്നല്ല, അല്ലെങ്കിൽ പിന്നെ ആ കർമ്മത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും അല്പം എന്തെങ്കിലും കിട്ടാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. പണം താണ് മുഖ്യം എന്ന് വെച്ചിട്ട് അനീതി പ്രവർത്തിച്ചൂടാ എന്നാണ് ഇതിൽ കൊള്ളിക്കുന്നത്. അപ്പം മേടിച്ചുകൊണ്ട് പോകുന്ന ആളിനുള്ളത്തിൽ ഇരിക്കുന്ന ആൾ അറിയും കബളിപ്പ് വന്നാൽ ഉടനെ ഇവിടെ എന്തുവരും? താറുമാറായി പോകും കച്ചവടം, കബളിപ്പ് കൂടുതൽ വന്നാൽ. അതുകൊണ്ട് കൊടുക്കുന്ന ആളും മേടിക്കുന്ന ആളും ഏകാത്മാവാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് അധ്യാത്മ ബുദ്ധി. അതുപോലെ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യണമെന്നാണ് ഭഗവാനുടെ പറ. അവിടെ ശ്രദ്ധയുള്ളവരായി, ചിലർ അസൂയ ഇല്ലാത്തവരായി എൻ്റെ ഈ സിദ്ധാന്തം, ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നു, അനുഷ്ഠിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ മേടിക്കുന്നവനും കൊടുക്കുന്നവനും ഒരാളാണ്. അതുപോലെ രോഗിയും ഡോക്ടറും ഒരാളാണ് ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം? കബളിപ്പ് പാടില്ല. അതുകൊണ്ട് അവരും ഇന്ന് ഡോക്ടർമാർ പലരും നന്മ ചെയ്യുന്ന ഡോക്ടറെ കൂടെ പഴിയാവുന്ന രീതിയിൽ ചില ഡോക്ടർമാരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം സ്വർഗമല്ലാതെ നരകമായി മാറുന്നത്. ഇന്ന് 4 പേര് നല്ല ശുദ്ധരാണെങ്കിൽ ഒരു 1000 പേരും കബളിപ്പാണ്, കച്ചവടമായിപ്പോയി, മനുഷ്യത്വം ഇല്ലാതായിപ്പോയി. അത് ഏതിലും, കച്ചവടത്തിലും അത് തന്നെ, സർവ്വത്തിലും അത് തന്നെ. അങ്ങേയറ്റത്തെ കൊള്ളലാഭം പിടിച്ചു പോകുന്നു. അത് ഭരിക്കുന്നവർക്കും ഇത് തന്നെ. അത് രാജാവ് നല്ലതല്ലേ, പിന്നെ പ്രജകളെങ്ങനെ നന്നാവും? അത് നമ്മൾ ഭാഗവത്തിൽ വായിക്കുന്നതല്ലേ. അതുകൊണ്ട് ഇതെല്ലാം ഈ ലോകത്ത് അവസാന ഘട്ടം, അത് കലിയുഗത്തിൻ്റെ അവസാനം ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ഭക്തന്മാരായ മക്കൾ എന്ത് വേണം? ഇത് മനസ്സിലാക്കി അങ്ങനെ അത് നമുക്കത് പാടില്ല, നമുക്ക് ഭഗവാനിൽ തന്നെ ചേരണം, അങ്ങനെ മോക്ഷത്തിലേക്ക് പോകണം. നമുക്ക് പ്രളയമൊക്കെ അടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ കലിയുഗത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുമുണ്ട്. അത് മനസ്സിലാക്കി ഭക്തിപൂർവ്വമാണ് ചിലർ ഇത് അനുഷ്ഠിക്കുന്നു. ഭക്തന്മാരനുഷ്ഠിക്കും, ഭയമുണ്ട് അവർക്ക്, ഭഗവാനോടുള്ള സ്നേഹമുണ്ട്, ഭഗവാൻ പറഞ്ഞ അനുസരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ടും ഒന്നും ഭയക്കണ്ട. അപ്പോൾ അവർ കർമ്മങ്ങളാൽ മോചിക്കപ്പെടുന്നതാണ്. അപ്പോൾ അവർ കർമ്മത്തിൽ അവർ മോചിക്കപ്പെടുന്നു. അപ്പോൾ കർമ്മം നല്ലതാണെങ്കിൽ നല്ലതല്ലേ, ശുദ്ധമായ കർമ്മം നല്ലതല്ലേ. പിന്നെ 32-ാമത്തിനകത്ത് എന്താ പറഞ്ഞത്? ചിലർ എൻ്റെ അഭിപ്രായത്തെ ദൂഷണം ചെയ്യുന്നവരായിട്ട് അനുഷ്ഠിക്കുന്നില്ല. അതെന്താ? ദുഷ്ടന്മാർ അനുഷ്ഠിക്കത്തില്ല, പാപികളാ അവർ. ഭഗവാന്റെ വാക്കുകൾ ഇതൊന്നും അറിയത്തില്ല, ജന്മന ഇതൊന്നും വായിച്ച് പഠിച്ചില്ലെങ്കിലും ചിലരുടെ ജന്മവാസനായിട്ട് ഉണ്ട്, നന്മയുണ്ട്, അവരിതൊന്നും പഠിക്കണമെന്നില്ല. ഞാൻ ഇതിപ്പോഴല്ലേ വായിക്കുന്നത്, പക്ഷേ എനിക്ക് ചെറിയ ചെറിയ കർമ്മങ്ങളാണ് പണ്ടേ ഉള്ളത്. ഞാൻ ഇന്നുവരെ എൻ്റെ മനസ്സറിഞ്ഞൊരു പാപം ആരോടും ചെയ്തിട്ടില്ല. ഒക്കുന്ന എന്തെങ്കിലും എന്നാൽ ഒക്കുന്ന ഒരു ജീവജാലങ്ങൾക്കോ മനുഷ്യർക്കോ എന്നെ കൊണ്ട് ഒരു ദുഷ്ടത ആരുടെയോ ഒന്ന് പിടിച്ചു പറിക്കാനോ അല്ലാത്ത ഒരു ഈ പറഞ്ഞ ഭഗവാന്റെ സിദ്ധാന്തം തന്നെയാണ്. ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ നമ്മൾ മനസ്സിൽ ഇതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇത് വായിക്കാൻ എനിക്ക് ഇതൊക്കെ കിട്ടിയത്. ഈ ഭഗവത്ഗീതൊക്കെ ഇതിനെ വായിക്കാൻ തോന്നുന്നത് എന്താ? അത് നമ്മൾ അങ്ങനെ ആയിട്ടല്ലേ. ഭക്തന്മാരായ മക്കൾ ചിന്തിച്ചോണം, ഭാഗവതം വായിക്കാൻ എന്താണ് താല്പര്യം, ഭഗവത്കാര്യങ്ങൾ കേൾക്കാൻ എന്താണ് താല്പര്യം? അവരുടെ ഉള്ളത്തിൽ ഇതൊക്കെ തന്നെയാണ്. അവർ ഇങ്ങനെ നന്മയുള്ളവർ തന്നെ, അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. അത് മനസ്സിലാക്കണം. നിങ്ങൾക്കെല്ലാം നല്ല ശുദ്ധമായ ഹൃദയമാണെന്നും അനുസരിച്ചുള്ള ദാനധർമ്മങ്ങളെല്ലാം ചെയ്യുമെന്നും പ്രവൃത്തി കൂടെ എല്ലാം ഉണ്ടെന്ന് ഭഗവാൻ നല്ലവണ്ണം അറിയാം. അറിയുന്നവർക്കാണ് ഭാഗവതമൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒരു വാക്ക് കേൾക്കാനൊക്കെ ഭാഗ്യം ഉണ്ടാകുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ചിലരെൻ്റെ ഈ അഭിപ്രായത്തെ, ഭഗവാൻ ഈ പറഞ്ഞിരുന്ന നന്മമാർഗത്തെ ദൂഷണം ചെയ്യുന്നവരായിട്ട് അനുഷ്ഠിക്കുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ അനുഷ്ഠിച്ചാലേ ഇപ്പം ഒരു തന്ത എല്ലാ പ്രാണിക്കും ഈശനാണ്, എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ് ഈശ്വരൻ. ആ ഒരു ജീവനെ കൊന്നു തിന്നാൻ ഭഗവാൻ പറയുമോ? ഭഗവാന്റെ സന്തതികളല്ലേ ഇന്ന് ജനങ്ങൾ അനുഷ്ഠിക്കുന്ന എന്താണ്? തെമ്മാടിത്തരങ്ങളല്ലേ, കൊന്നു തിന്നുന്നില്ലേ നകൽക്കാ പ്രാണികളെ? ഭഗവാൻ എന്താ പറഞ്ഞേക്കാതെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഈശ്വരൻ്റെ സന്തതികളല്ലേ. അപ്പം നമ്മൾ എന്താ അനുഷ്ഠിക്കുന്നത്? അങ്ങേയറ്റത്തെ ദൂഷണമല്ലേ അത്. കാരണം വയർ നിറയ്ക്കാനും വായ്ക്ക് രുചി കിട്ടാനും ഏത് പാപകർമ്മങ്ങളും ചെയ്ത് അനുഷ്ഠിക്കുന്നു. അപ്പോൾ അവർ തെറ്റല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഭക്തന്മാരെ നമ്മളെന്ത് ചെയ്യണം? അത് മനസ്സിലാക്കി ഒന്നിനോടും മനസ്സാ വാചാ കർമ്മണ ആർക്കും ഒരു ദോഷം ചെയ്യാതെ, ഉപദ്രവിക്കാതെ,
അത് അഹിംസ പരമധർമ്മയാണ് വേണ്ടത്. ഒന്നിനെയും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു ദോഷം ചെയ്തുകൂടാ. അപ്പോൾ അതാണ് അഹിംസ. നമ്മൾ ഹിംസിച്ചാൽ എന്ത് വരും? മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ദുഷ്ടത്തരങ്ങൾ ചിന്തിച്ചാലും, അത് ദുഷ്ടതരങ്ങൾ പറഞ്ഞാലും, ദുഷ്ടത്തരങ്ങൾ ചെയ്താലും, അത് പ്രവൃത്തി കൂടെ ആയാലും അതെല്ലാം ഹിംസയാണ്. നമുക്ക് അഹിംസയാണ് വേണ്ടത്. ആരെയും ഒരു ദുരോഹം ചെയ്തുകൂടാ. അപ്പോൾ അങ്ങനെ അത് യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ദൂഷണം ചെയ്ത് അനുഷ്ഠിക്കുന്നില്ല. ഈ അവസ്ഥകളായിട്ട് അവർ വരുന്നില്ല. അവർക്ക് എനിക്ക് എങ്ങനെ സുഖിക്കണം, എൻ്റെ വായ്ക്ക് രുചി കിട്ടിയേ പറ്റൂ. ഏത് ജീവജാലം എങ്ങനെയോ മരിച്ചോട്ടെ, അവരൊക്കെ ഇതിനകത്ത് കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി തിന്നാനാണ് നിങ്ങളൊക്കെ വന്നേക്കുന്നത്. എന്താ പറയുന്നത്? പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല മതക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഭൂമിയിൽ തന്നെ നമുക്ക് തിന്നാൻ ദൈവം തന്നേക്കുന്നതാണെന്ന് എന്തെല്ലാം ഒക്കെ പറഞ്ഞു വെക്കുന്നത്. വായ്ക്ക് രുചി വേണമെന്ന് എന്തെങ്കിലും പറഞ്ഞേക്കും. അപ്പോൾ ഭഗവാനെ ദൂഷണം ചെയ്യല്ലേ. അതുകൊണ്ട് അവിവേകികളും ആത്മകർമ്മജ്ഞാന വിഷയത്തിൽ അജ്ഞരുമായ അവർക്ക് ആത്മീയമായ യാതൊരു അറിവില്ല. അവരെന്ത് ചെയ്യുന്നു? അവരെ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം. അപ്പോൾ മക്കളെ മനസ്സിലാക്കൂ, ഭഗവാൻ എന്താ അവിടെ പറയുക? അങ്ങനെ ദൂഷണം ചെയ്യുന്നത്, തിന്നാൻ വേണ്ടി ജനിക്കുന്നവരെ, ആരുടെ വേദന മനസ്സിലാക്കാത്തവരെ, മറ്റുള്ളവരുടെ സഹതാപം ഇല്ലാത്തവരെ, മറ്റുള്ള കണ്ണുനീരൊപ്പാത്തവർ, സ്വന്തം കാര്യ ചിന്താബ എന്ന് പ്രവർത്തിക്കുന്നവരെ നീ എന്ത് ചെയ്യണം അർജുന? അവരജ്ഞരാണ്. ആത്മീയമായ പരമാത്മാവിലുള്ളവർ, അതായത് സർവത്തിലും ഈശ്വരനാണ്, സർവ്വ സൃഷ്ടികളും ഭഗവാന്റെ സന്തതികളാണെന്ന് അറിയാത്തവരെ, അജ്ഞരായവരെ നീ എന്ത് ചെയ്യണം? നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഈ ഭൂമിയിൽ അതാണ് നരകത്തിൽ കിടക്കുക. അവരൊരിക്കലും കര കയറത്തില്ല, ഇങ്ങനെ കിടക്കും. അവരും ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ച് എപ്പോഴെങ്കിലും ഈ ചെയ്തതിൻ്റെ എല്ലാം, ഈ തിന്നതിൻ്റെ, ഇങ്ങനെ ദുഷിച്ച തീറ്റ് തിന്നതിൻ്റെ എല്ലാ അനുഭവങ്ങളെല്ലാം വാരി കൂട്ടി വെച്ചേക്കുന്നതെല്ലാം എപ്പോഴെങ്കിലും അത് ആ പാപം തിന്ന് തീർക്കും. എത്രത്തോളം പാപമുണ്ട് അത് മൊത്തം തിന്ന് തീർത്തേ അവർ ഈ ഭൂമിയിൽ നിന്ന് കര കയറും. അതുവരെ അത് തിന്ന് തീർക്കുന്ന ഏത് കാലത്താ? കൂട്ടി കൂട്ടി വെച്ചാൽ ഒരിക്കലും പ്രളയം വന്നാലും തീരത്തില്ല. വീണ്ടും ആ പ്രളയം കഴിഞ്ഞിട്ട് അടുത്ത സൃഷ്ടി തുടങ്ങുമ്പോൾ വീണ്ടും ആ വാസനയല്ല വീണ്ടും ജനിക്കുന്നത്. അവിടെ കിടക്കും, വിത്ത് അങ്ങനെ കിടക്കും, അതിൻ്റെ വാസന. അത് പ്രളയം കഴിഞ്ഞിട്ട് വീണ്ടും പുനരാവർത്തിക്കും. സൃഷ്ടി നടത്തുന്ന സമയത്തും ആ വാസന തന്നെ അത് ജനിച്ചു വരും. അപ്പോഴും ഈ വേദനയും വിഷമവും കൊണ്ട് ആ തീരാ ദുഃഖത്തിൽ തന്നെ അവർ അന്നും കിടക്കും. ഒരിക്കലും അവർക്ക് നിവൃത്തി കിട്ടത്തില്ല, കരകയറാൻ പറ്റത്തില്ല. കാരണം കർമ്മം ചെയ്ത് വെച്ചേക്കല്ലേ, അവിടെ ഉറപ്പായും കിടക്കുകയല്ലേ. അത് എങ്ങനെ മാറാനാ? അതുകൊണ്ട് നമ്മൾ എത്രയും ഭക്തന്മാരായ മക്കളെങ്കിൽ മനസ്സിലാക്കണം. ഇതെല്ലാവരും കേൾക്കത്തില്ല, അറിയത്തില്ല. ചിലർക്ക് ഇത് കേൾക്കാൻ താല്പര്യമില്ല. എന്താ കാരണം? അവർക്ക് നന്നാവാൻ യോഗമില്ല. അതുകൊണ്ടെന്നാൽ ഇത്ര നാൾ ചെയ്തു പോയി ഭഗവാനെ, ഇനിയെങ്കിലും ഒന്ന് ആറ്റണം എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല. അവർക്ക് രുചി പഠിച്ചുപോയി. അവർക്ക് ഇങ്ങനെ ഈ ലോക ചിന്തയിൽ കിടന്ന് ഇങ്ങനെ തിന്നും മതിച്ചും മയക്കുമരുന്നും വെള്ളമടിച്ചും ഇങ്ങനെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നീ നശിച്ചവർ നന്നാക്കിയിട്ട് ഇളക്കി തീർക്കരുത് നീ. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചല്ലോ. അവർ നശിച്ചവരാണ്, അവരെ ഇളക്കി തീർക്കണം. അവർ മൗഢ്യം പിടിച്ചവരാണ്, അവർ മൗഢ്യത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് അങ്ങനെ കിടന്നു. അവർ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം. നമുക്ക് 33-ാമത്തെ ശ്ലോകം വായിക്കാം. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നുകൂടെ ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. സദൃശം ചേഷ്ടതേ സ്വാസ്യ പ്രകൃതേർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. അതെന്താണെന്ന് വെച്ചാൽ, ഗുണദോഷ ജ്ഞാനം ഉള്ളവൻ പോലും അവനവൻ്റെ പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഗുണത്തിൻ്റെ ആയാലും ദോഷത്തിൻ്റെ ആയാലും ജ്ഞാനം ചിലർക്കുണ്ട്. ഇന്നത് ചെയ്താൽ ഇത് നന്മയാണ്, ഇന്നത് ചെയ്താൽ അത് ദോഷമാണ് എന്ന് അങ്ങനെ അറിവുള്ളവരുണ്ട്. അവരെന്ത് ചെയ്യുന്നു? പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കുന്നു. അവർക്ക് അറിയാം ഇന്നത് ഇന്ന സമയത്ത് ഇന്നതുപോലെ ചെയ്യണം. അതെന്താ? ഇന്നത് ചെയ്താൽ ദോഷമായി പോകും, അതുകൊണ്ട് അത് പാടില്ല. നന്മ ചെയ്യുമ്പോൾ അത് നല്ലതാണ്, അത് നല്ല പ്രവൃത്തിയാണ്, ആ കർമ്മം കൊള്ളാം. ഇങ്ങനെ നമുക്ക് പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കുന്ന നന്മയുള്ളവർ. ഭൂതങ്ങൾ പ്രകൃതിയെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ ജീവജാലങ്ങളൊക്കെ എന്താ അത് ഇന്ന് എല്ലാ ജീവജാലങ്ങളും അങ്ങനെയല്ലേ? ഇപ്പം ഒരു പശു ചെയ്യേണ്ട കർമ്മം പശു ചെയ്യുന്നു, ഒരു ആട് ചെയ്യേണ്ട കാര്യം അത് ചെയ്യുന്നു, ഒരു കുരങ്ങൻ എന്താ ചെയ്യേണ്ടത് അത് അവരുടെ രീതി അവർ ചെയ്യുന്നു. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും അവരവർക്ക് ഈ പ്രകൃതിയിൽ എന്താ പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യരാണ് ഈ കൃത്രിമങ്ങളെല്ലാം കാണിക്കുന്നത്. ശാസ്ത്രത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മൾ എത്ര പറഞ്ഞാലും അനുസരിക്കത്തില്ല, എന്ത് ചെയ്യാനൊക്കും? അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഗുണദോഷ ജ്ഞാനം ഉള്ളവൻ നമുക്ക് എന്താണ്? അപ്പം ഇവിടെ എന്താ അർജുനന് കൊടുത്ത ഇതിനകത്ത് ഉപദേശം? യുദ്ധം ചെയ്യുന്നതാണ് പ്രകൃതി നിയമം. ആർക്കുള്ള? ക്ഷത്രിയന്.
ഈ ഈ അർജുനന്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഗുണദോഷ ജ്ഞാനം ഉള്ളവൻ പോലും അവനവൻ്റെ പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കുന്നു. അവരുടെ ജോലി അവർ ചെയ്യണം. അതുകൊണ്ട് യുദ്ധമാണ് ഇദ്ദേഹത്തിന് പറഞ്ഞേക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും യുദ്ധമാണ്. ഇന്നായിരുന്നില്ല, ജാതി മത ഭേദമന്യേ വർണ്ണ എല്ലാവരും ആണും പെണ്ണും, അത് ലിംഗ പോലും വ്യത്യാസം ഇല്ലാണ്ട് ഇപ്പോൾ എല്ലാവരും പോലീസിലും പട്ടാളത്തിലൊക്കെ ചേരുന്നു. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് അത് നമുക്കെല്ലാവർക്കും ഓരോ തൊഴിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാവണമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണല്ലോ ഇത്ര നിർബന്ധമായി ഭഗവാൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്നത്, യുദ്ധം നീ ചെയ്യൂ എന്ന്. അദ്ദേഹത്തിന് സ്വന്തവും ബന്ധവും എന്ന് മമത വന്നപ്പം ചെയ്യാൻ വയ്യ. അല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഞാനെന്നും എൻ്റെ സ്വന്തം എൻ്റെ ഇന്നാര് എൻ്റെ ഞാൻ എങ്ങനെ അവരെയൊക്കെ വധിക്കും, ആ ഒരു ചിന്ത. ഒരു പട്ടാളക്കാരനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം നമുക്ക് ചിന്തിച്ചൂടെ, എത്രയോ സ്വന്തം ബന്ധം, ഇപ്പം അന്യ രാജ്യക്കാരാണെങ്കിലും നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയല്ലേ അവിടെയും കിടപ്പുണ്ടല്ലോ. അതിലും ഇതിലൊക്കെ ലോകം മൊത്തവും എവിടെല്ലാം ഇന്ന് ജീവിക്കുന്നത് ജനങ്ങൾ. അവിടെ മമത നോക്കേണ്ട കാര്യമില്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. തെറ്റ് ചെയ്തതിന് ശിക്ഷ കൊടുക്കുകയാണ്, അതാണ് നിയമം, പ്രകൃതി നിയമം. അതാണല്ലോ നമുക്ക് കോടതി ചെന്നാലും തെളിവ് സഹിതം ചെല്ലുമ്പോൾ ആ തെറ്റ് ചെയ്തവന് ശിക്ഷ ഉണ്ടല്ലോ. അത് തന്നെയാണ് അവിടുന്ന് ഭഗവാനിൽ നിന്ന് വന്നേക്കുന്നതാണ്. അതുകൊണ്ട് അവനവൻ്റെ പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കുന്നു. എന്താണ് ഈ പ്രകൃതി നിയമിച്ചേക്കുന്നത്, ആ കർമ്മങ്ങൾ അത് പ്രവർത്തിക്കുന്നു. ഭൂതങ്ങൾ പ്രകൃതിയെ പ്രാപിക്കുന്നു. സർവ്വജീവജാലങ്ങളൊക്കെ ഈ ഭൂതങ്ങൾ അതെല്ലാം അവരവരുടെ നിയമം അവർ പാലിക്കുന്നുണ്ട്. ഒരു ആന ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ വന്യജീവികളാണെങ്കിൽ തന്നെ അത് മനുഷ്യനാണല്ലോ അവരെ കൊണ്ടുവന്ന്, അവർ നാട്ടുജീവികളാണെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ, അത് ഇങ്ങനെ ചെയ്തതല്ലേ. പക്ഷേ അവരവരുടെ കർമ്മങ്ങളാണ് അവരവരുടെ ഏത് ജീവജാലങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ശാസനത്തിന് നമ്മളിത് എത്ര ഉപദേശിച്ച് കൊടുത്താലും എന്ത് ചെയ്യുവാൻ കഴിയും? നന്നാവുന്നവരല്ലേ നന്നാവും, ചെവിയുള്ളവനല്ലേ കേൾക്കത്തുള്ളൂ. ഇത് കേട്ടില്ലാന്ന് നടിച്ച് വീണ്ടും വീണ്ടും കൊന്നും തിന്നും അന്യായമായ പ്രവൃത്തിയും ചെയ്ത് പിടിച്ചുപറിയും ബഹളവും പിടി വേണ്ടാത്ത ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവരനുസരിക്കത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നശിച്ചു പോയവരെ നീ നന്നാക്കാൻ പറ്റത്തില്ല, അവർ അങ്ങനെ മൗഢ്യത്തിലുള്ളവരെ. അതുകൊണ്ടാണ് അവരെ നീ നശിച്ചു പോയവരായി നീ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. നമുക്ക് 34-ാമത്തെ ശ്ലോകം. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർന്ന വശമാകച്ചേൽ തൗഹസ്യ പരബന്ധിനോ. ഇന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷോ വ്യവസ്ഥിതോ തയോർന്ന വശമാകച്ചേൽ തൗഹ്യസ്യ പരബന്ധിനോ. ശ്രോത്രാദികളായ, അതായത് ആദി എന്ന് പറയുമ്പോൾ ചെവി, ചെവി, കണ്ണ്, മൂക്ക്, നാക്ക് എല്ലാം അതിലടങ്ങും. ആദി എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കാര്യമാണ്. ശ്രോത്രാദികളായ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും, അപ്പം ശ്വസനേന്ദ്രിയവും, നാക്ക് രസനേന്ദ്രിയം, ചെവി കേൾക്കുന്നത്, കണ്ണ് കാണുന്നത്, ജ്ഞാനം, ത്വക്ക്, ഇതെല്ലാം എന്നുവെച്ചാൽ നമുക്ക് തൊടുമ്പോൾ അറിയുന്നത്, അതാണ് ജ്ഞാനേന്ദ്രിയം. ഇതെല്ലാം എന്താ, അതാതിൻ്റെ വിഷയങ്ങളായ ശബ്ദാദികളിൽ രാഗവും ദേഷ്യവും ഒഴിച്ചുകൂടാത്തവയാകുന്നു. കാരണം അത് നമുക്കിന്ന് നോക്കാതിരിക്കാൻ, നമുക്ക് കണ്ണ് തന്നേക്കാൻ നോക്കാനാണ്, ചെവി തന്നേന്ന് കേൾക്കാനാണ്. അത് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുമോ? അത് ഒഴിച്ചുകൂടാത്തവയാകും. നമുക്കിതെല്ലാം പറയാനും നാക്ക് വേണം. അതുപോലെ തന്നെ രുചിച്ചറിയണമെങ്കിൽ അത് രസനേന്ദ്രിയ, നാക്ക് വർത്തമാനം പറയാനെല്ലാം അത് ആവശ്യമുണ്ട്. കണ്ണുകൊണ്ട് കാണാനായാലും എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അത് ഒഴിച്ചുകൂടാത്തവയാകുന്നു. അവയുടെ അധീനത്തിൽ പെടരുതെന്നാണ് ഇത് പറയുന്നത്. നമ്മൾ ഇന്ദ്രിയങ്ങളെ അടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണടച്ചിരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ചെവി കൊണ്ടൊന്നും ശ്രവണേന്ദ്രിയം എന്ന് വെച്ചാൽ അതിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ചെവി പൊത്തി ഒന്നും കേൾക്കാതെ എവിടെയെങ്കിലും ഒളിച്ചു മാറി ഇരിക്കണം, ആരുടെയൊക്കെ പോയി കേൾക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. കേൾക്കേണ്ടത് കേൾക്കണം, കാണേണ്ടത് കാണണം, പറയേണ്ടത് പറയണം. നാക്കൊണ്ട് എന്താണ് കഴിക്കേണ്ടത് അത് നമ്മൾ കഴിക്കണം, രുചിക്കേണ്ടത്. അല്ല തിന്നൂടാത്ത ഈ ജീവജാലങ്ങളെ വെട്ടിക്കൊന്ന് കറി വെച്ച് കഴിക്കാനല്ല നമുക്ക് നാക്ക് തന്നേക്കുന്നത്, ഈശ്വരനെ പ്രാർത്ഥിക്കാനും കൂടെ ആണെന്ന് ചിന്തിക്കണം, മറ്റതിനല്ല. എല്ലാവരും ഇന്ന് രുചി കൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് നാക്കിനങ്ങ് രുചി എടുത്തു, പക്ഷേ നന്മ ഇല്ലാതാനും. ഒരു നല്ല വാക്ക് പറയാനോ ഈശ്വരനെ പ്രാർത്ഥിക്കാനോ ഒന്നും ഈ നാക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതെന്താ പറയുന്നത്? ഭഗവാൻ പറയുന്നത്, ശ്രോത്രാദികളായ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതാതിൻ്റെ വിഷയങ്ങളായ ശബ്ദാദികളെ രാഗവും ദേഷ്യവും ഒഴിച്ചുകൂടാത്തവയാകുന്നു. അവയുടെ അധീനത്തിൽ പെടരുതെന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല മാർഗത്തിലേക്ക് വഴിതിരിക്കണം. നാക്കുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയും നല്ല വചനങ്ങൾ സുഭാഷിതം പറയണം.
അതിൽ കൂടെ തെമ്മാടത്തിനല്ല പറയേണ്ടത്. നല്ല വാക്കുകളാണ് നമ്മളെ വാ കൊണ്ട് പറയേണ്ടുന്നത്. അതുപോലെ നല്ല കാഴ്ചകളാണ് കാണേണ്ടത്. വേണ്ടാത്തത് കാണാൻ പോകണ്ട. ഒരു ഭക്തനെ പറ്റി പറയുക. ആർക്കും ഇങ്ങനെ ആയാൽ മാത്രമേ ജീവിതം നന്മ ആയിട്ട് പോകാൻ പറ്റൂ. ഇവിടെ എല്ലാവരും ഇത് കേൾക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനിത് പറയുന്നത്. ഭക്തന്മാർക്ക് വേണ്ടിയല്ലേ ഇത് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? അല്ലാത്തവരെ നീ നശിച്ചു പോയവരെ കാണണം. നമ്മൾ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് കേൾക്കണമെങ്കിൽ കേൾക്കാമല്ലോ. പക്ഷെ അത് ചെവി കൊടുക്കത്തില്ല. അവർക്ക് ചെവി കൊടുക്കുന്നത് എന്താ? വേണ്ടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, ആരുടെയും നുണയും കൊതിയും പറയുന്ന കേൾക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അനാവശ്യങ്ങൾക്ക് വേണ്ടി കാതോർക്കും. പക്ഷെ അതിന് പോകാതെ ഒരു ഭക്തൻ എന്താ വേണ്ടേ? നല്ല മാർഗങ്ങളെ ആരെന്ത് നന്മ പറയുന്നു അത് കേൾക്കണം. ഭഗവത് കഥകൾ കേൾക്കണം. സജ്ജന സംഗമം ചെയ്ത് എവിടെയെങ്കിലും നല്ല അധ്യാത്മമായ നല്ല പ്രഭാഷണം അത് കേട്ട് ആനന്ദിക്കണം. അത് എല്ലാവരും ഏത് തൊഴിൽ ചെയ്യുന്ന, ഇപ്പോൾ ഒരു ഡോക്ടറായാലും നേഴ്സായാലും മറ്റ് ഏത് ജോലി ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ആയാലും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വർക്ക് കിളയ്ക്കുന്നവരായാലും എന്തെങ്കിലും തൊഴിലായാലും അവർക്കെല്ലാം ഒരേ ഒരാവശ്യം ഇതാണ്. എല്ലാ തൊഴിലിനും എല്ലാ ജനങ്ങൾക്കും ഈ ഭക്തിപരമായ ഈ കാര്യങ്ങൾ വേണ്ടുന്നതാണ്. പക്ഷെ വേണ്ടവരെ എടുക്കൂ. അല്ലാത്തവർ മൗഢ്യത്തിൽ കിടക്കും. അവർക്ക് ഇത് കേൾക്കത്തില്ല, വേണ്ടാത്തത് കേൾക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഇതാണ്. അത് ഒഴിച്ചുകൂടാത്തവ നമുക്ക് കാണണം, കേൾക്കണം. അതിന് തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നേക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അവയുടെ അധീനത്തിൽ പെടരുത് എന്ന് പറയുന്നത്, അതിൻ്റെ പുറകെ പോവരുത്. കണ്ണ് എന്തെങ്കിലും കാണാൻ കൊള്ളാത്തതിൻ്റെ അടുക്കലേക്ക് കണ്ണിനെ വിടരുത്. അതാണ് അടക്കം. ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്നത് കൊള്ളാത്ത വഴിയിലേക്ക് കണ്ണ് കാണാൻ വിടരുത്. കേൾക്കാൻ പാടില്ലാത്ത വേണ്ടാത്ത കാര്യങ്ങൾക്ക് എന്നുവെച്ചാൽ ഈ അനാവശ്യ കാര്യങ്ങൾ കേൾക്കാനും ഇട കൊടുക്കണ്ട. അപ്പോൾ നീ അവിടെ നിഗ്രഹിച്ചേക്കണം. ചെവി അങ്ങോട്ട് പോകണ്ട. അത് ഭഗവത് കഥകളോ എന്തെങ്കിലും നല്ല കാര്യങ്ങളോ, നല്ല പാട്ട് കച്ചേരി അല്ലെങ്കിൽ നല്ല എന്തെല്ലാം നല്ല മാർഗങ്ങൾ ലോകത്തുണ്ട്. എന്തെല്ലാം ഭഗവത് കഥകളായാലും ഭാഗവത പാരായണങ്ങൾ കേൾക്കാനായാലും അതൊക്കെ ആധ്യാത്മികമായി നമുക്ക് നിറവ് കിട്ടും. പ്രകൃതി തന്നെ നമുക്ക് ഇതിൻ്റെ ചൈതന്യമുണ്ട്. അത് കേൾക്കുമ്പം ആ ചൈതന്യം നമ്മളെ ഉള്ളിലേക്ക് പ്രവഹിച്ച് കയറുമ്പം നമ്മളവിടെ തൃപ്തരായി വരും. എല്ലാം അങ്ങനെയാണ് ഭക്തി വർദ്ധിച്ചിട്ട് നമുക്ക് മോക്ഷത്തിലേക്ക് അത് നല്ല കാര്യങ്ങളെ കേൾക്കാവൂ, കാണാവൂ, പറയാവൂ, ചിന്തിക്കാവൂ, ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് അധീനതയിൽ പെടരുത് എന്ന് പറയാൻ നമ്മൾ വേണ്ടാത്ത സംഗതിക്ക് വേണ്ടി നമ്മളും കൂടെ ആ കണ്ണിൻ്റെ നമ്മളതിനെ മുന്നോട്ട് കടത്തി വിടാതെ അതിനെ നമ്മൾ നിയന്ത്രിക്കണം, കടിഞ്ഞാണിടണം. വേണ്ടാത്തത് കാണണ്ട, വേണ്ടാത്തത് കേൾക്കണ്ട, വേണ്ടാത്തത് പറയണ്ട, ചിന്തിക്കേണ്ട, ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അവയുടെ അധീനത്തിൽ പെടരുതേ. എന്തെന്നാൽ ശ്രേയോ മാർഗത്തെ തടയുന്ന ശത്രുക്കളാകുന്നു. മനസ്സിലായ? ശ്രേയോ മാർഗം, പരമാത്മാവിലേക്ക് കടക്കുന്ന വഴി തടസ്സം ഉണ്ടാകും. വേണ്ടാത്തത് കേട്ടാൽ നമുക്ക് എങ്ങനെ ആധ്യാത്മികമായി ഭക്തി വർദ്ധിക്കും? ഈശ്വരനോടുള്ള സ്നേഹം വർദ്ധിക്കും? എങ്ങനെ നമുക്ക് പരമാത്മാവിനെ അടുക്കാൻ പറ്റും? നമ്മുടെ ഉള്ളം നിറച്ച് വേണ്ടാത്ത ചിന്തകളല്ലേ. അത് ഹൃദയം നിറഞ്ഞിരുന്നാൽ അവിടെ നല്ല സൽപ്രവർത്തികളോ നല്ല സുഭാഷിതങ്ങളോ നമുക്ക് കേട്ട് അവിടെ ചെല്ലാൻ പറ്റുമോ? അവിടെ മൊത്തവും അസൂയയും കുശുമ്പവും എല്ലാം ശത്രുക്കളല്ലേ. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യങ്ങൾ, ഡംഭ്, അഹങ്കാരം, ഇങ്ങനെയുള്ള എല്ലാ ദുഷിച്ച അസൂയ, കുശുമ്പ് ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ശരീരത്തിനകത്ത്, ഒരു ഹൃദയത്തിനകത്ത് എങ്ങനെ നല്ല ശ്രേയോ മാർഗങ്ങൾ, ഭഗവാന്റെ ഈ കഥകൾ ഇതെങ്ങനെ കേൾക്കും? അവിടെ ഇടമുണ്ടോ കേട്ടോണ്ടിരിക്കാൻ? അതുകൊണ്ടാണ് അവരെന്ത് വരുന്നത്? എനിക്ക് കേൾക്കണ്ട, ചെവി കൊടുക്കത്തില്ല. കാരണം അവിടെ എവിടെ സ്ഥലം ഉണ്ടെങ്കിലല്ലേ കേൾക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുഷിച്ച മനുഷ്യർ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പുറകെ പോകും. ഇന്ദ്രിയങ്ങൾ വേണ്ടാത്തതിൻ്റെ പുറകെ പോകും. അവർക്ക് അത് എത്ര കേട്ടാലും മതി വരത്തില്ല. ഇനി ആരുടെ നുണ കേൾക്കാൻ കൊള്ളാം? ഓരോരുത്തൻ്റെ കേട്ടിട്ട് അടുത്ത ആളിനെ തിരക്കെ പിടിക്കും. ഇന്ന് റോഡിലെല്ലാം നടക്കുന്നു ഇങ്ങനെ. കുറച്ച് ആളുകൾ കൂടുക, അവിടെ റോഡിൽ എന്തൊക്കെ നടന്ന് ലോകത്ത്, ഇതൊക്കെയാണ് ജനങ്ങളുടെ അത്യാവശ്യങ്ങൾ. പത്രങ്ങൾ വായിച്ചാൽ മുമ്പേ നോക്കുന്ന ഈ ലോകത്ത് എന്തൊക്കെയാ നടക്കുന്നത്. എന്നാൽ രാവിലെ എഴുന്നേറ്റ് ഭാഗവതം വായിക്കുന്നവരാരും ഇല്ല, ചുരുക്കം പേരേ ഉള്ളൂ. ഇതിനകത്ത് കുറേ ഭക്തമക്കൾ പറയും, രാവിലെ എനിക്കിത് കേൾക്കാതെ ഉറക്കം വരത്തില്ല, പണി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് കേട്ടുകൊണ്ടേ ബാക്കി ജോലി ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളൊരു മക്കളുണ്ട്. എന്നാൽ നേരം വെളുക്കുമ്പോൾ ഇപ്പം പത്രം ആയിരിക്കത്തില്ല, ഇപ്പം യൂട്യൂബ് എടുത്തിട്ട് എന്താണ് ഈ ലോകത്ത് നടക്കുന്ന മറ്റ് വിഷയങ്ങൾ, അതിൻ്റെ ആ ഇന്ദ്രിയത്തിനെ അങ്ങ് വിട്ടേക്കുക. നോക്ക് പിടിച്ചെടുക്കും. എന്താണെന്ന് നീക്കി പോകും. വേണ്ടാത്തതുണ്ടോ എന്ന് നോക്കും. എന്നുവെച്ചാൽ ഈ ലോകത്ത് വേണ്ടാത്ത അതിനെന്തോ പറയുന്നേ, ഒരിക്കലും ഭക്തിമാർഗം അല്ലാത്ത കാര്യങ്ങൾ അതിന് തിരഞ്ഞ് അത് നോക്കും. ഒരു ഭക്തൻ എന്ത് തിരയും?
നോക്കും എവിടെ ഉണ്ട് ഭക്തിമാർഗം ആരും വല്ലതും പറയുന്നത് അത് ഇഷ്ടമുള്ളത് അത് നീ തിരഞ്ഞ് തിരഞ്ഞ് നോക്കിയിട്ട് ഇത് കൊള്ളാം അത് കേൾക്കും. അങ്ങനെയാണ് ഈ രണ്ട് കൂട്ടരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഭഗവാൻ പറയുന്ന ശ്രേയോ മാർഗത്തെ തടയുന്ന ശത്രുക്കളാണ് കാമക്രോധാദികളായിരിക്കുന്ന ഈ ദുഷിച്ച ചിന്തയും അങ്ങനെയുള്ളത് കാണുന്നതും അങ്ങനെയുള്ളത് കേൾക്കുന്നതും എല്ലാം ഭഗവാനിലേക്കുള്ള വഴി തടസ്സമാണ്. അതാണ് അർജുനോട് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം. ഇതെല്ലാം നമുക്ക് വേണ്ടുന്നതാണ്. ഇന്ന് ഓരോ മക്കൾക്കുള്ള ഉള്ളത്തിൽ വിഷമം എന്താ വിഷമം? ഇത് ഉള്ളിലോട്ട് ആരും പറഞ്ഞു കൊടുക്കാനുമില്ല, കിടന്ന് പെടയുക. എന്തിനു വേണ്ടിയാ? ഭഗവാനെ വേണ്ടിയിട്ട്. ഇന്ന് ഒരു മകള് പറഞ്ഞു, ഞാൻ മക്കളെ എങ്ങനെയുണ്ട് വിഷമം മാറുന്നില്ല അമ്മയെന്ന്. എന്താ കാരണം? ഇതിങ്ങോട്ട് ചെല്ലാൻ ആർത്തി പിടിച്ചിരിക്കുന്നു. ഉള്ളത്തിൽ എന്തോ വേണം. അത് നന്നായി ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് നന്നായി ഒത്തിരി പ്രാർത്ഥിച്ചും നല്ല നല്ല വചനങ്ങൾ കേട്ടും ഉള്ളം നിറയ്ക്കണം. അതിന് വേണ്ടത് ആ വെമ്പലുള്ളവർക്ക് മാത്രം ഇത് പറഞ്ഞേക്കുന്നത്. അവർ കേൾക്കുക, അവരുടെ ഇന്ദ്രിയങ്ങളെ വേണ്ടാത്ത ചിന്തയ്ക്കോ പ്രവൃത്തിക്കോ പോകാതെ അടക്കുക. എന്നിട്ട് സൽപ്രവർത്തികൾ ചെയ്യുക. അതായത് നല്ല മനസ്സും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും പിന്നെ നല്ലതായിട്ട് നമ്മൾ പറയുന്നത്. അപ്പം മനസ്സാ വാക്കുകൾ. അപ്പം നല്ലതായിട്ട് നന്മ പറയുക. ആർക്കും കേൾക്കുമ്പോൾ ഇമ്പമായും അത് കൊള്ളാം, അത് ഹൃദയത്തിന് ആശ്വാസം കിട്ടുന്നു. അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല കീർത്തനങ്ങൾ ചൊല്ലുക, നന്നായി ഇതൊക്കെ പറയുക, അത് കേൾക്കുക, അങ്ങനെയുള്ളത് ചിന്തിക്കുക, നല്ല പ്രവൃത്തി. ഒന്നിനെയും ഒരു ജീവജാലങ്ങളെയും ദ്രോഹിക്കാതിരിക്കുക. അഹിംസ പരമോധർമ്മ. ഇതെല്ലാം നമുക്ക് ഒത്തു വരുമ്പോൾ ശ്രേയോമാർഗത്തിന് തടസ്സം ഉണ്ടാവാതെ പരമാത്മയിലേക്ക് ലയിക്കാനുള്ള ആ കൃപ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഭക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം എല്ലാം നിറഞ്ഞ് ആ ഈശ്വരൻ്റെ കൃപ കൊണ്ട് നമ്മളങ്ങ് നിറയും. ഏത് സമയത്തും നമ്മൾ അങ്ങനെ ഒരു അനുഭൂതിയിലാകും, ആനന്ദ ലഹരിയായി മാറാം. അല്ലെങ്കിൽ എന്ത് പറയും, ഈ വഴി തടസ്സമായി പോകും. നമ്മുടെ വേണ്ടാത്ത ചിന്തയ്ക്ക് വേണ്ടി വിട്ടാൽ. ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ കണ്ണടച്ചിരിക്കണമെന്നും ചെവി പൊത്തിയിരിക്കണമെന്നും മൂടിയിരിക്കണമെന്നും അല്ല, മൗനം പാലിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതവിടെ ഭഗവാൻ പറയുന്നത്. ഇതിനൊക്കെ ഒഴിച്ചുകൂടാൻ മേത്തതാണ്. കണ്ണുകൊണ്ട് കാണാൻ തന്നെ നമുക്ക് കണ്ണ് തന്നേക്കുന്നത്. നാക്കും ഇതൊക്കെ പറയാനും സ്തുതിക്കാനും ഒക്കെ തന്നെ പക്ഷെ നന്മ വേണം. എല്ലാം നന്മ വേണം. കേൾക്കുന്നത് നന്മയായിരിക്കണം. ഒരാൾ എന്തെങ്കിലും ചള്ളുവാക്ക് പറഞ്ഞു, അതിലേക്ക് ഇപ്പം യൂട്യൂബ് നീക്കി പോകുമ്പോൾ ചള്ള് കാര്യങ്ങളാണ് ചിലർ അതെടുത്ത് കാണുന്നത്. അതിന് നമ്മളെ ഇന്ദ്രിയങ്ങൾ അതിന് വിട്ടുകൊടുത്താൽ എന്തുവരും? ശ്രേയോമാർഗം തടസ്സമാണ്. ആത്മീയമായിട്ട് യാതൊരു വെളിവും ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അവരങ്ങനെ പോട്ടെ, അവരെ നശിച്ചവരായി നീ സങ്കല്പിക്കൂ അർജുന. അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഭക്തൻ എന്താ പറഞ്ഞേക്കുന്നത് ഭഗവാൻ, നമ്മൾ അത് അനുസരിക്കുക. അത് എല്ലാ മക്കളും മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എനിക്കിതൊന്നും പഠിച്ചിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലാത്ത കാര്യം. ആദ്യമായിട്ട് ഇതിങ്ങനെ പറയുന്നത് എന്തോ ഇത് എൻ്റെ മനസ്സിൽ എൻ്റെ ഉള്ളിൽ എന്താണുള്ളത് അത് പറയുന്നതെന്ന് മാത്രമല്ല, അതിൻ്റെ അർത്ഥം പോലും അറിഞ്ഞല്ല ഞാനിത് പറയുന്നത്. ഇതിലിങ്ങനെ കിടപ്പുള്ളൂ. ഗുണദോഷജ്ഞാനമുള്ളവൻ പോലും അവനവൻ്റെ പ്രകൃതിക്ക് അനുരൂപമായി പ്രവർത്തിക്കും. എന്താ? ഒന്നും അറിയത്തില്ല. ഭൂതങ്ങൾ പ്രകൃതിയെ പ്രാപിക്കും. എന്താ ഭൂതങ്ങൾ പ്രകൃതി എന്ന് അറിയാത്തവർക്ക് എനിക്കെന്തറിയാം? പിന്നെ ശാസനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ഉള്ളത്തിലോട്ട് ഇറങ്ങി നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. അല്ലാതെ എനിക്കിതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞാൽ ആരെന്തറിയാനാ? ഒന്നും അറിയത്തില്ല. ഈ ഗുണദോഷ ജ്ഞാനം എന്താണെന്ന് എങ്ങനെ അറിയുന്നത്? എൻ്റെ മനസ്സിനെ തോന്നിയത് ഗുണത്തിനെ പറ്റിയും ദോഷത്തിനെ പറ്റിയും അറിവുള്ളവൻ. അപ്പം നന്മ എന്താണ് തിന്മ എന്താണെന്ന് വിവരിച്ച് മനസ്സിലാക്കുന്നവൻ അവനവൻ്റെ പ്രകൃതിക്ക് അനുരൂപമായി. അപ്പം ഈ പ്രകൃതിക്ക് നമുക്ക് എന്താണ് അനുരൂപം, നമുക്ക് എന്താണ് വേണ്ടത്, അത് നമ്മൾ ചെയ്യണം. നമുക്കെന്താ പറഞ്ഞേക്കുന്നത്? ഇവിടെ അർജുനൻ എന്താ? യുദ്ധമാണ്. നമുക്കെന്താ? എനിക്കിപ്പോൾ കർമ്മം ഇതാണ്. എനിക്കിപ്പോൾ എൻ്റെ അനുരൂപമായിട്ട് ഈ പ്രകൃതിയിൽ ഇപ്പം ഞാൻ ചെയ്യേണ്ട കാര്യം. കാരണം എൻ്റെ 72ാമത്തെ വയസ്സായപ്പോൾ എനിക്ക് മറ്റ് കർമ്മങ്ങളെല്ലാം ത്യജിച്ച്. അത് നിങ്ങളും എൻ്റെ പ്രായമാകുമ്പോൾ അങ്ങനെ ആവണം. അതുവരെ നമ്മൾ കർമ്മങ്ങളെല്ലാം, ഞാൻ 67 വയസ്സ് വരെ എല്ലാം ജോലി നോക്കി ഈ വീടെല്ലാം അന്വേഷിച്ചുകൊണ്ട് നിന്നവളാണ്. പക്ഷേ എനിക്ക് ഇപ്പം എൻ്റെ ജീവിതം 2ാം ജന്മം പോലെയാണ്. എൻ്റെ ഈ ഫേസ് മേക്കർ വെച്ച അന്ന് വരെ എനിക്കിതുള്ളായിരുന്നു. അന്ന് എനിക്ക് മരണമായി. പക്ഷേ എനിക്ക് ജീവിതം ഉണ്ടെങ്കിൽ ഇതിനായിട്ട് മാത്രം ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നല്ല, ദൈവികം ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ ജീവിതം മുന്നോട്ടുള്ളെന്ന്, അല്ലെങ്കിൽ മരണമാണ്. അപ്പോൾ അതനുസരിച്ച് എനിക്ക് ഈ ഒരു കർമ്മം ദൈവം തന്നു. ഞാൻ അറിഞ്ഞു കിട്ടിയതല്ല, എൻ്റെ ഉള്ളത്തിൽ എന്തോ വേദനിച്ച് വന്നു. അപ്പോൾ അതിന് അനുരൂപമായി ഞാൻ പ്രവർത്തിക്കുന്നു. നിങ്ങളത് മനസ്സിലാകും. നിങ്ങൾക്ക് എന്താണ് തന്നിരിക്കുന്ന കർമ്മം? ഏത് ജോലിയാണ്? തയ്യലാണോ? പാട്ടാണോ? ടീച്ചറാണോ? പിന്നെ നേഴ്സാണോ? പിന്നെ ഡോക്ടറാണോ? ആ കർമ്മം അതാണ്. എനിക്കിപ്പം എൻ്റെ കർമ്മം ഇത്. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളാണ്. അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രേയോമാർഗം ഉണ്ടാക്കണം. ഈശ്വരങ്ങളിൽ ശ്രേയസ്സായിരിക്കുന്ന കാര്യം, ഈശ്വരങ്ങളിലേക്ക് അടുക്കുന്ന കാര്യം, അത് നമ്മൾ ചെയ്യണം.
ഇതെത്ര പറഞ്ഞാലും എത്ര ശാസിച്ചാലും ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും? അപ്പം മനസ്സിലാകുന്നത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അനുസരിക്കാതിരുന്നാൽ അവർ നശിച്ചവരെ കണ്ടോട്ടെ. ഞാൻ അങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നതാ, അല്ലാതെ എനിക്കിതിനകത്ത് അർത്ഥമൊന്നുമില്ല. മലയാളത്തിൽ ഇങ്ങനെ കിടപ്പുള്ളൂ, ശാസനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല ആരും, അപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതെന്താ, അത് യുക്തി പ്രയോഗിക്കാനാണ്, അത് ഈശ്വരൻ തരുന്നൊരു കഴിവ്, എൻ്റെതല്ല. എൻ്റെ ഉള്ളത്തിൽ ഞാൻ പറയും, ഭഗവാനെ എൻ്റെ നാക്കിലെന്നും എനിക്കറിയില്ല, ഞാനിത് ഇങ്ങനെ പറയാൻ പോവുക, അപ്പോൾ എൻ്റെ ഭഗവാൻ എൻ്റെ ഉള്ളത്തിൽ പറയണേന്ന്. അങ്ങനെ ഇത്രയും പറഞ്ഞ ഞാനല്ല, ഞാൻ ഒരു കർമ്മവും ഇപ്പം ചെയ്യാറില്ല, എല്ലാം എൻ്റെ ഈശ്വരൻ തന്നെ ചെയ്യുന്നത്. അവിടെ എല്ലാവർക്കും നമസ്കാരം. ഭക്തമക്കളത് കേൾക്കുക, അല്ലാത്തൊരു കേൾക്കത്തില്ല. ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന കർത്താവും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചെവി ഉള്ളവരത് കേൾക്കും, അതനുസരിക്കും. കാരണം അങ്ങനെയുള്ളവർക്ക് അത് കേട്ടേ പറ്റൂ. അവർക്ക് വിഷമമാണ്, ഉള്ളത്തിൽ വേദന, എന്ത് വേണമെന്ന് അറിയാൻ വയ്യാതെ എല്ലാം ഉണ്ടെങ്കിലും ഒരു ദുഃഖം. എന്താ, ഇത് കേൾക്കാൻ വേണ്ടി, ഇത് കേൾക്കാനുള്ള താല്പര്യം, അതാണ് ആ ദുഃഖം. അത് കേട്ടോണ്ടിരിക്കുന്ന, അതാണ് അവിടെ ആശ്വാസം. അതിനുവേണ്ടി അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി മാത്രം ഞാനിത് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.